ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്മാവാണ്. ഉപ്മാവാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാൻ അടുപ്പത്തൊരു സോസ് പാൻ ചൂടാവാൻ വെച്ചിരുന്നു. ഈ സോസ് പാൻ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഒരു സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1.5 ഗ്ലാസ് റവയാണ്. അപ്പം നമുക്ക് ഈ റവ നന്നായി വറുത്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഉപ്മാവ് കട്ട പിടിക്കാണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് റവയാണ്. അതുകൊണ്ട് തന്നെ ഒരു 1-2 മിനിറ്റോ ചെയ്താൽ മതിയാവും. നിങ്ങളുടെ കയ്യിലുള്ളത് സാധാരണ റവയാണെങ്കിൽ ഒരു 4-5 മിനിറ്റോ ചെയ്താൽ മതിയാവും. ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇതേ പാനിൽ തന്നെയാണ് ഉപ്മാവ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഉള്ളി, ഒരു അര ക്യാരറ്റ്, 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെജിറ്റബിൾസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ കുറച്ച് ഉണക്കമുന്തിരിയും കാഷ്യൂസും എടുത്തിട്ടുണ്ട്. പിന്നെ ഉഴുന്ന് പരിപ്പും കടുകാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മളിനി ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ നെയ്യ് കൂടി സോസ് പാനിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഓയിലും എടുക്കാവുന്നതാണ്. എന്നാലും നെയ്യിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ. നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമ്മളിതിലേക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഉഴുന്ന് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ വെജിറ്റബിൾസും ആഡ് ചെയ്യാം. ഇനി നമ്മളിതൊന്ന് നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പം നന്നായി വഴന്നു വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായി വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസ് നന്നായി വഴറ്റിയെടുത്ത ശേഷം ഇനി നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് റവയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളം, അതുപോലെയാണ് കണക്ക്. അപ്പം ഞാനിവിടെ 1.5 ഗ്ലാസ് റവയാണ് എടുത്തിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ 2.25 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഓൾറെഡി നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം നന്നായി തിളക്കാൻ വെക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ചായി ചേർത്ത് കൊടുക്കുക. ഇളക്കി ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ അത് കട്ട പിടിച്ച് പോകും. ഇപ്പം നമ്മൾ മുഴുവൻ റവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി കട്ട പിടിക്കാത്ത വിധം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പം നമ്മുടെ ഉപ്മാവ് റവക്ക് നല്ല വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണേൽ ചേർത്ത് കൊടുക്കാം. വേണേൽ നമുക്കിതൊന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. ഞാനിപ്പം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉപ്മാവിൻ്റെ റെസിപ്പി. വളരെ സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു നല്ല റെസിപ്പിയായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.